നമുക്ക് 5 മിനിറ്റ് പ്രാർത്ഥന, അച്ഛനും സിസ്റ്ററും 5 മിനിറ്റ് പ്രാർത്ഥിക്കും. അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥന. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ഈ ദിവ്യകാരുണ്യനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഓരോ നിമിഷവും ഉടമ്പടിയുടെ ആത്മാവിനെ കുറിച്ച് അച്ഛൻ നമ്മളോട് സംസാരിച്ചു. ഈശോയെ, അവിടുത്തെ കൈമാറുവാൻ വേണ്ടി ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തിന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉടമ്പടി പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രഘോഷണവും പ്രയോഗവുമുള്ള ജീവിതമെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ ഇവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വനാഥ, എല്ലാ മേഖലകളെയും അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് കൃപയാകണമേ. നിഷ്കളങ്കമായി അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വിശുദ്ധ വസ്തുക്കളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ നാമത്തിൻ്റെ ശക്തി അതിലൂടെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുത്തെ നാമം വിജയിക്കട്ടെ. ഇന്ന് സഭ കടന്നു പോകുന്ന എല്ലാ ക്ലേശ സാഹചര്യങ്ങളിലും അവിടുത്തെ ഉന്നതമായ നാമത്തിന് വിജയവും മഹത്വവും ലോകം മുഴുവനും അങ്ങിലേക്ക് ആകർഷിക്കും വിധം അങ്ങവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി ജീവിതത്തെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങയെ കൈമാറുവാനാവും വിധം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമ്പത്തിനോടും പ്രശസ്തിയോടും അംഗീകാരത്തോടുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബവും അതിൻ്റെ സാഹചര്യങ്ങളും അവിടുന്ന് കാണുന്നുവല്ലോ. ക്ലേശപൂർണമായ സഹനങ്ങളേറെയുള്ള രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടബാധ്യതകളുടെയും തൊഴിലില്ലായ്മയുടെയും പരാജയങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നുവല്ലോ. ഈശോയെ, ഞങ്ങൾ എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഉന്നതമായ നാമത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് വിശ്വസിക്കുന്നു. ഇന്നെന്തായിരുന്നാലും ഗുണകരമായി മാറ്റിത്തരുവാൻ അവിടുത്തെ നാമത്തിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. കർത്താവേ, ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങളെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി വളർത്തുവാൻ സഹായിക്കണമേ. കർത്താവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അവിടുന്ന് വളർത്തുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളെ, ഞങ്ങളുടെ ആസക്തികളെ, ഞങ്ങളുടെ കലഹപ്രകൃതങ്ങളെ, ഞങ്ങളുടെ ദേഷ്യപ്രകൃതിയെ, ഞങ്ങളുടെ മന്ദതയെ ഈശോയെ മാറ്റിത്തന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണമേ. ഈശോയെ, അഗതികളോടും അനാഥരോടും രോഗികളോടും വിധവകളോടും ഉള്ളതിലെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയപൂർവം
സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് നൽകിയത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈശോയെ, ഞങ്ങളുടെ മെറിറ്റ് അല്ല, അങ്ങയുടെ കൃപ മാത്രം, അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, എല്ലാ നിയോഗങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, എല്ലാ ജീവിതാവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ, അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ ഈ കാലത്തിൽ, ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും, എല്ലാ മാന്ദ്യത്തെയും, എല്ലാ പ്രയാസങ്ങളെയും ഈശോയുടെ ആലോചന ചോദിച്ചുകൊണ്ട് അവ തിരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട്, കൂടുതൽ വിശ്വസ്തതയിൽ, കൂടുതൽ ദൈവസ്നേഹത്തിൽ, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെയും യേശുവിന്റെ സാക്ഷികളാകുവാൻ, ലോകത്തിന്റെ അതിർത്തിയോളം അവിടുത്തെ എത്തിക്കുവാൻ, വാക്കുകൊണ്ട് പറയുവാനാവാത്തത് കൃപാസനം പത്രത്തിലൂടെ പങ്കുവെക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തുതി 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 കർത്താവേ, ആരാധന മഹത്വം ആരാധന കർത്താവേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 6:1 തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടുകൊണ്ട് പക്വതയിലേക്ക് വളരുവാനുള്ള വലിയ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവിടുന്ന് അരുളി ചെയ്തതുപോലെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുമെന്ന്. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിവൃത്തിയാകുന്ന ഓരോ നിയോഗങ്ങളെ പ്രതിയുള്ള സന്തോഷമല്ല, മറിച്ച് ക്രിസ്തുവിനെ കൈമാറുന്നതിലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടതെന്ന് നീ വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. മരിയൻ ഉടമ്പടിയുടെ തല എന്നത് ഈ സുവിശേഷ കൈമാറ്റമാണ്, ക്രിസ്തു കൈമാറ്റമാണ് എന്ന വലിയ വെളിപാടിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലോട്ട് പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഈ അൾത്താരയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും സുവിശേഷം കൈമാറുവാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയുടെ ഹൃദയം എന്നത് കാരുണ്യ പ്രവൃത്തികളാണെന്ന് ഈശോയെ നീ വെളിപ്പെടുത്തിയല്ലോ. ഇനിയും മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടും
കാരുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ചുകൊണ്ട് അവൻ പറയുന്നത് പോലെ